ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ടോം മാത്യു. ജനങ്ങളുടെ പരാതികൾക്ക് ഉടനടി പരിഹാരം കാണുന്നതിന് താലൂക്ക് തലത്തിൽ സംഘടിപ്പിച്ച കരുതലും കൈത്താങ്ങും പരിപാടിയിൽ ജില്ലയിൽ 537 പരാതികൾ ഉടനടി പരിഹരിച്ചു. ജില്ലയിൽ ആകെ ലഭിച്ച 1675 പരാതികളിൽ ഉടനടി തീർപ്പുണ്ടാക്കാത്ത 1185 അപേക്ഷകളിൽ 15 ദിവസത്തിനകം തീരുമാനമുണ്ടാകും. സാമൂഹിക ക്ഷേമ പെൻഷൻ അനുവദിക്കൽ, മുൻഗണനാ റേഷൻ കാർഡ് അനുവദിക്കൽ, സർവേ, വീടുകൾക്ക് സംരക്ഷണം ഒരുക്കൽ, ഭൂമി സംബന്ധമായ പരാതികൾ തുടങ്ങി വിവിധ വിഷയങ്ങളിലുള്ള ആവലാതികൾക്ക് അദാലത്തിൽ പരിഹാരമായി. ഇനി ഞാൻ ഒഴുകട്ടെ ജനകീയ ക്യാമ്പയിനിലൂടെ ജില്ലയിൽ 1299 നീർച്ചാലുകൾ വീണ്ടെടുത്തു. നികന്നുപോയതും ഒഴുക്ക് നിലച്ചതും കയ്യേറ്റം ചെയ്യപ്പെട്ടതുമായ നീർച്ചാലുകളാണ് വീണ്ടെടുത്തത്. ജലത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ ജില്ലയിലാകെ 31 ലാബുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ജലലഭ്യത ആവശ്യമുള്ള പ്രദേശങ്ങൾ കണ്ടെത്തി 257 കുളങ്ങൾ കുഴിച്ചു. 61 കുളങ്ങൾ പുനരുജ്ജീവിപ്പിച്ചു. 587 കിണറുകൾ പുതുതായി നിർമ്മിക്കുകയും 449 എണ്ണം റീചാർജ് ചെയ്യുകയും ചെയ്തു. 18 സ്ഥിരം തടയണകളും 2083 താൽക്കാലിക തടയണകളും നിർമ്മിച്ചു. പദ്ധതിയുടെ 3ാം ഘട്ടത്തിന് ഈ മാസം 8-ന് തുടക്കമായി. മാലിന്യമുക്തം നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി വരുന്ന മാർച്ച് 30-ഓടെ മുഴുവൻ നീർച്ചാലുകളും മാലിന്യമുക്തമാക്കി വീണ്ടെടുക്കുകയാണ് ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയുടെ ലക്ഷ്യം. പ്രകൃതിക്ഷോഭമടക്കമുള്ള ദുരന്തങ്ങൾ നേരിടുന്നതിനായി ജനങ്ങൾക്ക് ദുരന്ത നിവാരണ ബോധവൽക്കരണവും പരിശീലനവും നൽകുന്നതിനായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സംഘം ജില്ലയിലെത്തി. ചെന്നൈ ആരക്കോണത്തെ NDRF 4-ാം ബറ്റാലിയനിലെ 25 പേരടങ്ങിയ സംഘം പ്രകൃതിക്ഷോഭം നേരിട്ട പ്രദേശങ്ങൾ സന്ദർശിച്ചു. ഈരാറ്റുപേട്ട പിണ്ണാക്കനാട്ടെ പാചകവാത റീഫില്ലിംഗ് പ്ലാന്റ് സന്ദർശിച്ച സംഘം പാചകവാതവുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ നേരിടാനുള്ള സൗകര്യം വിലയിരുത്തി. പൂഞ്ഞാറിലും കാഞ്ഞിരത്തും വിദ്യാർത്ഥികൾക്കായി ദുരന്ത നിവാരണ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കവണാറ്റിൻകരയിൽ നടത്തിയ മോക്ക് ഡ്രില്ലിൽ വെള്ളപ്പൊക്കത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരെ രക്ഷപ്പെടുത്തുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ പ്രായോഗികമായി പരിചയപ്പെടുത്തി. കോട്ടയത്ത് നടന്ന ജില്ലാ കേരളോത്സവത്തിൽ കായിക കലാമത്സരങ്ങളിൽ ചങ്ങനാശ്ശേരി നഗരസഭ ഒന്നാമതെത്തി. കലാമത്സരങ്ങളിൽ 123 പോയിന്റും കായിക മത്സരങ്ങളിൽ 115 പോയിന്റും ചങ്ങനാശ്ശേരി നഗരസഭ നേടി. കലാമത്സരങ്ങളിൽ 86 പോയിന്റോടെ മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടാമതെത്തി. 39 പോയിന്റോടെ പള്ളം, ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്തുകളാണ് 3-ാം സ്ഥാനത്ത്. കായിക മത്സരങ്ങളിൽ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് 91 പോയിന്റോടെ 2-ാം സ്ഥാനത്തും 77 പോയിന്റ് നേടി കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് 3-ാം സ്ഥാനത്തുമെത്തി. കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്കായി സംസ്ഥാന സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ ദീപ്തി ബ്രെയിൻ സാക്ഷരതാ പരിപാടിക്ക് ജില്ലയിൽ തുടക്കമായി. കോട്ടയം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവത്തോടെ ക്ലാസുകൾക്ക് തുടക്കം കുറിച്ചു. 40% കാഴ്ച പരിമിതിയുള്ളവരെ ബ്രെയിൻ ലിപിയിലൂടെ അക്ഷരലോകത്തെത്തിക്കുന്ന പദ്ധതിയാണ് ദീപ്തി. 46 പേർ ബ്രെയിൻ ലിപി പഠിക്കുന്നതിന് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ചകളിൽ ക്ലാസുകൾ നടക്കും. 2 ഇൻസ്ട്രക്ടർമാർ പരിശീലനം നൽകും. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായുള്ള സ്ഥാപനങ്ങളിലെ കുട്ടികളുടെ ജില്ലാതല കലോത്സവത്തിൽ വെളിയന്നൂർ ബഡ് സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. ഈരാറ്റുപേട്ട പ്രതീക്ഷ BRC ആണ് റണ്ണറപ്പ്. മത്സരത്തിൽ വിജയികളായവർ ജനുവരി 25-ന് കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാനതല കലോത്സവത്തിൽ പങ്കെടുക്കും. ഉപയോഗിച്ച എണ്ണയുടെ പുനരുപയോഗം തടയാനുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ തെരുവ് നാടകം അവതരിപ്പിച്ചു. FSSAIയുടെ സുസ്ഥിര പദ്ധതിയായ റൂക്കോയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു തെരുവ് നാടകം സംഘടിപ്പിച്ചത്. ഉപയോഗിച്ച പാചകവാതം ബയോഡീസലാക്കി മാറ്റുന്ന പദ്ധതിയാണ് റൂക്കോ. ഏറ്റുമാനൂർ നഗരസഭയിലെ മുഴുവൻ കുടുംബങ്ങൾക്കും കുടിവെള്ളം എത്തിക്കുന്ന ഏറ്റുമാനൂർ ശുദ്ധജല പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഏറ്റുമാനൂർ നഗരസഭയിലെ മുഴുവൻ കുടുംബങ്ങൾക്കും അതിരമ്പുഴ കാണക്കാരി പഞ്ചായത്തിലെ ചില പ്രദേശങ്ങൾക്കും പദ്ധതിയിലൂടെ കുടിവെള്ളം ലഭ്യമാകും. ജില്ലാ വൃത്താന്തം സമാപിച്ചു.